നമസ്കാരം, എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ്. നമ്മുടെ സാധാരണ ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാവുള്ളൂ. ഇന്നൊരു കൂട്ടം ആളുകളുണ്ട്, 10 പേരുണ്ട്. നമ്മുടെ വന്നേരിനാട് പ്രസ് ക്ലബിൻ്റെ ഒരു പഠനയാത്രയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൂന്നാർ അങ്ങനെ കുറച്ച് കാട്ടിലൂടെയൊക്കെയുള്ളൊരു യാത്രയാണ്. ആ ഒരു വീഡിയോ ആണ് ഇതിലൂടെ കാണിക്കുന്നത്. നമ്മുടെ സെക്രട്ടറി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് വഴിയായിട്ട് പരിചയപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വന്നേരിനാട് പ്രസ് ഫോറത്തിൻ്റെ മാധ്യമപ്രവർത്തകർ ഒരു പഠനയാത്ര പോവുകയാണ്. മൂന്നാറിലേക്കാണ് യാത്ര ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു. പൊന്നാനി, മാറഞ്ചേരി, വെളിയങ്കോട്, എരമംഗലം, ചങ്ങനംകുളം മേഖലയിലുള്ള ആളുകളാണ് ഈ പഠനയാത്രയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ കലാപരിപാടിയുടെ തുടക്കം. അപ്പൊ രമേശേട്ടൻ ഒരു കവിത ആലപിക്കുകയാണ്. അല്ലിമലർക്കാവുകളിൽ അല്ലികളിലുയലാടും തെന്നലേ തെന്നലേ, അയ്യോ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ. മന്ദാരച്ചിപ്പുണ്ടു മാണിക്കല്ലുണ്ടു കയ്യിൽ തീരും വയമ്പൂണ്ടു വാനം പാടിതൻ തൂവലുണ്ടു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. നിങ്ങൾ പറയുന്നത് അതല്ല ഞാൻ പറയണേ. കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ. രമേശ് നന്നായി പാടി. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ. അങ്ങനെ യാത്രയുടെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുത്തു. വേറെ ഒന്നുമല്ല, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഏകദേശം തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. നമ്മുടെ അങ്കമാലിയൊക്കെ അടുത്ത് എത്താൻ നേരത്താണ് നിർത്തിയത്. രമേശ് ചേട്ടൻ ഇറങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ഫറൂഖ, സക്രിയൊക്കെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനി പോകുന്നതിൻ്റെ പ്ലാനും ഇനി രാത്രി സ്റ്റേ ചെയ്യേണ്ടതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആലോചിച്ച്. ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിലുണ്ട്. ഞങ്ങൾ 4 പേര് വന്നിട്ട് ചായ കുടിച്ചു. ബാക്കിയുള്ളവർ മൂത്രയ്ക്കാനൊക്കെ കൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം നമ്മളിപ്പോൾ
അങ്കമാലി കഴിഞ്ഞ് പെരുമ്പാവൂർ റോഡിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചുരം കയറുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളൊരു ഹോട്ടലിലവിടെ നിർത്തി നല്ല അൽഫാമും അതുപോലെ തന്നെ കുബൂസും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തു. എല്ലാവരും ഒരേ ഫുഡ് തന്നെ ഓർഡർ ചെയ്തത്. നല്ല അൽഫാമും അതുപോലെ തന്നെ കുബൂസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫുഡ്. അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറച്ച് നേരെ യാത്ര തുടങ്ങി. നമ്മൾ ചുരം കയറുമ്പോൾ തന്നെ നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച. അതുപോലെ തന്നെ തണുപ്പൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി. നമ്മൾ ചുരം കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മൂടൽമഞ്ഞിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ബസ്സിനേക്കാളും നല്ല അനുഭവം എനിക്ക് തോന്നുന്നു ബൈക്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യുന്നതായിരിക്കും. ഭയങ്കര രസമായിട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു യാത്ര എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഏകദേശം പാതിരാത്രി ആയിട്ടുണ്ട് എത്തുമ്പോൾ. പക്ഷെ എന്നാലും അവിടെ ആളുകൾ അവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് നല്ല തിരക്ക് ആ സമയത്ത് പോലും. ഞങ്ങളതുപോലെ തന്നെ എല്ലാവരും അവിടെ വന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗി ഈ രാത്രി ഈ സമയത്ത് കാണാനാണ് തോന്നുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നു. ഭയങ്കര രസമാണ്. കാരണം നല്ല തണുപ്പും അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഒരു 12 പാതിരാത്രി 12 സമയത്ത് ഞങ്ങളവിടെ നിൽക്കുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി. പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച് റൂമിലേക്ക് പോകുമെന്ന് പറയലും പിന്നെ രാവിലെ കണ്ടായില്ലേ. നമ്മുടെ നല്ല ലൈറ്റായിട്ടാണ് അവിടെ റൂമിലേക്ക്. നല്ല ടയർഡായിരുന്നു. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു നമ്മൾ താമസിച്ച റിസോർട്ട്. ഇങ്ങനെ നല്ലൊരു ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തട്ടായിട്ട് ഓരോ അപ്പാർട്ട്മെൻറ്റ് പോലെ റൂമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഹാളുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു അരുവി ഒരു വെള്ളച്ചാട്ടം പോകുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ നിന്ന് നമുക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. നമ്മൾ തൊട്ട് ആ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ റിസോർട്ട് നിൽക്കുന്നതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് അവിടെ ഉള്ളത്. ഫാമിലി ആയിട്ട് വന്നാലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സായിട്ട് വന്നാൽ പോലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെ. അധികം എമൗണ്ട് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ബുക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ 4 ഭാഗത്തും ഫുള്ളും പച്ചപ്പും കാടുകൾക്ക് ഇടയിലാണ് ഈ ഒരു റിസോർട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ പല്ല് തേക്കലും കുളിയൊക്കെ അവിടെ തീർക്കാമെന്ന് വിചാരിച്ച് ഷോയിപ്പ് അത് നേരെ കയറി ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. പക്ഷേ എല്ലാവരും കുളിച്ചിട്ടില്ല. എന്നാലും കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കുളിച്ചിട്ടില്ല. റൂമിൽ നിന്ന് പലരും കുളിച്ചു. പക്ഷേ 2-3 ആളുകൾ അവിടെ നിന്ന് കുളിച്ചു. കാരണം നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഏർലി മോർണിംഗ് തന്നെ ഒരു ഏർലി മോർണിംഗ് അല്ല 9 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും നേരെ വണ്ടിയിലേക്ക് കയറി. ഇനി നമ്മൾ മൂന്നാർ കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ സെക്രട്ടറിയും എല്ലാവരും തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രാവലർ. ചങ്ങനങ്ങളുള്ള ഒരു ട്രാവലറാണ്. നല്ല കുഴപ്പമില്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ശരിക്കും പോകാൻ ഉദ്ദേശിച്ച് മൊറയൂരായിരുന്നു. പക്ഷേ മൊറയൂർ നമുക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല മഴയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനുള്ള പെർമിഷനൊന്നും തന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ യാത്ര നമ്മൾ പിന്നീട് മാറ്റി. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഥയും പറഞ്ഞ് പാട്ടും പാടി അങ്ങനെ കറങ്ങാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ആ മൂന്നാറിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നോൺ വെജ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു. പക്ഷെ നോൺ വെജ് ഒന്നും നല്ല കിട്ടാനില്ല. നമ്മൾ നല്ല പക്ക വെജ് കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ നല്ല എന്താ പറയുക ദോശയും അതുപോലെ തന്നെ മസാല ദോശ, പ്ലെയിൻ ദോശ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ മാവ് അങ്ങനെ പലരും പല ഇതും മേടിച്ചു. പക്ഷെ അവിടുത്തെ ചായ ഒരു രക്ഷയുമില്ല. കാരണം നമുക്കറിയാം മൂന്നാർ ഭാഗങ്ങളിൽ ഉള്ള ചായകളൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അതുപോലെ തന്നെ നല്ല ചായ ആയിരുന്നു. അതുപോലെ തന്നെ മസാല ദോശയും കുഴപ്പമില്ല, നല്ല മസാല ദോശ. പക്ഷെ എന്താ പറയുക ഭയങ്കര കത്തി, നല്ല റേറ്റാണ് ആ
അവർ ഈടാക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ചെറിയ കടകളിൽ പോകുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടും. എന്തായാലും മാക്സിമം നിങ്ങൾ പോകുകയാണെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാനായിരിക്കും നല്ലത്. ഞങ്ങൾ പോയ ആ ഷോപ്പിൽ ഭയങ്കര കത്തിയാണ്. പിന്നെ നമ്മളങ്ങനെ നേരെ മൂന്നാറിൻ്റെ നിങ്ങളെല്ലാവരും കാണുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ പറഞ്ഞില്ല, കൂടുതലായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ചത് മറയൂരാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രകാരം അങ്ങോട്ട് ആരെങ്കിലും പോകാൻ സമ്മതിക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്നാർ ടൗണും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും കണ്ടിട്ട് തിരിച്ചു പോവാം എന്നുള്ള രീതിയിലാണ്. ആ പോകുന്ന വഴിയിലുള്ള കച്ചവടവും കാര്യങ്ങളും ആ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്റെ അമ്മയെ കേറി പിരിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റിന് തുണ്ടം തുണ്ടാക്കി ജയിലിൽ പോകുമ്പോ അന്ന് എനിക്ക് 9 വയസ്സാ. പോയിട്ട് പണം മേടിച്ചു പോ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വണ്ടി ഇവിടെ വരെ പോകുള്ളൂ. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം. ചെറു വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് പോകാം. ഞങ്ങൾ ട്രാവലർ ആണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നില്ല. രണ്ട് ഭാഗത്തും ഇതുപോലെ കച്ചവടക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നേരെ മുകളിലേക്ക് പോകണം. അവിടെ ഉള്ളൊരു വ്യൂ കാണാനാണ് മെയിനായിട്ട്. പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ ടെൻ്റൊക്കെ സൗകര്യമുണ്ട്. നല്ലൊരു അനുഭവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ മഴ കാരണം. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ടെൻ്റ് അടിച്ച് കിടക്കാനും അതുപോലെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ ഈ ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പ് വ്യൂവിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് കടപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളും മറ്റുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും കുറച്ച് ചായപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറേ കുട്ടികൾക്കുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കച്ചവടക്കാർ സജീവമായിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്.
എക്കോ പോയിന്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ എക്കോ പോയിന്റിൽ അങ്ങോട്ടേക്ക് പോവാണ്. വെറുതെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ മഴ ആയത് കാരണം തന്നെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. മൊത്തം ഒരുവിധം സ്ഥലങ്ങളൊക്കെ അടവാണ്, അതുകൊണ്ട് തന്നെ ആരും വരാത്തത്. പിന്നെ കുറച്ചും റിസ്ക് ആണല്ലോ ഈ നമ്മുടെ മലയോര മേഖലയിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ മഴയത്ത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് ഈ മഴ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം മഴ പെയ്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറ് പ്ലാൻ ചെയ്ത് മാറ്റാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സ്ഥലങ്ങളെ ഞങ്ങൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. ആ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു എക്കോ പോയിൻ്റാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇവിടെ നിന്നിട്ട് നമ്മളെല്ലാവരും അവിടെ ഒച്ചുണ്ടാക്കലും ആ ഒരു എക്കോ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എല്ലാവരും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ നല്ല മഴയാണ്, അപ്പോൾ എവിടെയും അധികം സമയം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഈ ഒരു മഴക്കാലത്തൊന്നും ശരിക്കും മൂന്നാറിലേക്ക് വരുന്നത് നല്ലതല്ല. കാരണം പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഡാമൊക്കെ കണ്ട് ജസ്റ്റ് എൻ്റെ ഉള്ളിലൊന്നും പോയിട്ടില്ല, കാരണം മഴ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കച്ചവടക്കാർ നിൽക്കുന്നു. പിന്നെ ഈ തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചായ നേരം ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കലായിരുന്നു പരിപാടി. മെയിനായിട്ടുള്ള കാര്യം അത് തന്നെ. ഫുഡ് നന്നായിട്ട് നടന്നു, ഫുഡ് അടി. പിന്നെ ഇത് കണ്ട അവിടെ തന്നെ കാലിയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഏരിയയും കാലിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളവിടുന്ന് ഈ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇറങ്ങി കയറി. പിന്നെ ഇതുപോലെ നമ്മളെ ഫാറൂഖ് ഇട്ട പോലെ കോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചൊക്കെ നടന്ന്. പിന്നെ ഇതാണ് നമ്മുടെ റിപ്പിൾ ടീ, നമ്മുടെ ടീ ഫാക്ടറിയാണ്, നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ. അപ്പോൾ ഇവിടുത്തെ ഒരു റിപ്പിൾ ടീ ഫാക്ടറിയാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ 100 രൂപ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 100 രൂപ കൊടുത്ത് പോയി. എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ വെറുതെ ഒരു കാര്യമില്ല. നമ്മൾ ഊട്ടിയിലെ ടീ ഫാക്ടറിയിൽ പോയ ഒരാൾ ഒരിക്കലും ഇതിൽ കയറരുത്. കാരണം അതിൻ്റെ ഒരു ഭാഗം കൂടി കാണാനുമില്ല. അവിടെ ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ എൻട്രൻസ് ഫീ. ചില സ്ഥലത്ത് അതുമില്ല. മാത്രമല്ല നമുക്ക് മേടിക്കാനുള്ള സാധനങ്ങളുണ്ട്. അത് കൂടാണ്ട് നല്ല ചായ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ ഒരു സംഭവമില്ല. ജസ്റ്റ് ഇതൊന്ന് കാണിക്കും. ഈ കാണുന്ന വിഷ്വൽസിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. അതിനാണ് ഇവർ 100 രൂപ ഈടാക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ ഇനി എന്തായാലും അത് ആവർത്തിക്കില്ല, മറ്റുള്ളവരോട് നിർബന്ധിക്കില്ല ഇങ്ങനെ കയറണം എന്നുള്ളത്. പിന്നെ ഈ ഒരു കാഴ്ച മാത്രം കാണാനാണ് ഈ 100 രൂപ അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി മൂന്നാറിൻ്റെ ടൗണിൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് വിട്ടു. ഇതാണ് നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും